പാൻ സുപാരി, ഹാൾഡി കേസർ, കാലി മിർച്ച് ഇതുപോലുള്ള ഫ്ലേവർ ഒക്കെ വായിച്ച് എന്റെ തല തന്നെ തണുത്തു പോയി ചേട്ടാ. ഇത് ഐസ്ക്രീം ഫ്ലേവറുകളുടെ പേരാണോ അതോ റേഷൻ കടയിലെ സാധനങ്ങളുടെ ലിസ്റ്റോ? എടാ ഇപ്പോഴും നീ ആ ലിസ്റ്റ് വായിച്ചോണ്ടിരിക്കുകയാണോ? കിറ്റ്കിറ്റെ, നീ ഇനി അടുത്ത വർഷം ഐസ്ക്രീം കഴിക്കുന്നുള്ളോ? മണി, ഒരുപാട് വലിയ ലിസ്റ്റാണിത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റി വെക്കായിരുന്നു, സമാധാനം കിട്ടിയത്. സോറി പോപ്പട്ടെ, ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ചേട്ടാ, എനിക്കൊരു ചോക്ലേറ്റ് തന്നാ മതി. ചോക്ലേറ്റ് വേണമെങ്കിൽ ജനറൽ സ്റ്റോറിൽ നോക്കിയാൽ മതി. നമ്മളിപ്പോ നിൽക്കുന്നത് ഐസ്ക്രീം പാർലറിലാണ്. എടാ ഹണി, നീ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശത്രുക്കളും ആയിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ നീ കൗണ്ടർ അടിക്കുന്ന എന്തിനാ? എന്റെ പൊന്നു ഹണി, ഇവൻ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാ ചോദിക്കുന്നത്. ഓക്കെ, ഐ എം സോറി. ചേട്ടാ, എനിക്കൊരു മാൻഡി തന്നേക്ക്. അതിനെ മാൻഡി എന്നല്ല ക്യാൻഡി എന്നാ പറയുന്നത്. സംശയമുണ്ടോ? ചിലപ്പോ മാംഗോ ക്യാൻഡി ആയിരിക്കും ചോദിക്കുന്നത്. അത് ഷോർട്ടാക്കി മാൻഡി എന്നാക്കിയായിരിക്കും. അത് കണ്ടുപിടിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്ന് ഈ ഐസ്ക്രീം കടക്കാരോട് ചോദിച്ചു കഴിഞ്ഞാല് മാൻഡി എങ്ങനെ കിട്ടാനാണ്? ഞാൻ ക്യാൻഡി തന്നെയാണ് ചോദിച്ചത്. എനിക്കാകെ കൺഫ്യൂഷൻ ആയിട്ട് വയ്യ. സാറ് പിടിക്കാൻ പോകുന്നത് ക്യാൻഡി ആണോ അതോ മാൻഡി ആണോ? എനിക്ക് മാൻഡി തന്നെയാണ് പിടിക്കേണ്ടത്. പക്ഷേ ടെൻഷൻ മാറ്റുവാനായി എനിക്കിപ്പോൾ കാൻഡിയും കഴിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ അവരെ എവിടെ ചെന്നാണ് അന്വേഷിക്കുക? പാണ്ടാ സാറേ, സാർ തൽക്കാലം ഈ ക്യാൻഡി കഴിച്ച് തലേന്ന് തണുപ്പിക്ക്. ഞാനിവിടെ ഇല്ലേ, എനിക്കറിയാം മാൻഡി എവിടെയാന്ന്. എങ്ങനെ? അതെ, എന്റെ പേര് കിറ്റ് എന്നാണ്. ഏതൊക്കെ കള്ളന്മാർ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഈ കിറ്റിന് നന്നായിട്ട് അറിയാം. എടാ, നിന്റെ ലൗഡ് സ്പീക്കറിന്റെ വോളിയം ഒന്ന് കുറയ്ക്ക്. എനിക്ക് ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതാ. മാൻഡി പഴയൊരു ബില്ലിലുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കൂട്ടുകാരനാ പറഞ്ഞത്. അവൻ ഈർക്കിലി പരമുന്റെ കൂടെ തുരപ്പം മാൻഡിയെയും കണ്ടെന്ന്. സത്യമാണ്. സത്യത്തിൽ അവരുടെ പേര് കേട്ടിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു. ഈർക്കിലിയും പിന്നെ തൊരപ്പനും രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതെന്ത് പേരാ? ഇതൊരു തുരപ്പം മാൻഡി. അത് പിന്നെ അവൻ തൊരപ്പനെ പോലെയാ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാ അവനെ തൊരപ്പൻ മാൻഡി എന്ന് വിളിക്കുന്നത്. ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. ടിപ്പ് തന്നതിന് വളരെ നന്ദി കിറ്റ്. അവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സും 2 മാംഗോ ജ്യൂസ് എടുത്തിട്ടോ. വേഗാട്ടെ. അതെ, ടിപ്പ് മേടിച്ച സ്ഥിതിക്ക് അതിനുള്ള ജോലി ചെയ്തുകൂടെ? ചേട്ടാ, കിറ്റ് എന്നൊരു ഞണ്ട് ചേട്ടൻ എവിടെയാ ഉള്ളതെന്ന് പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വേഗം ആ ഒളിത്താവളത്തിൽ നിന്ന് മാറേണ്ടി വരും. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരും എന്റെ പുറകണ്ടെന്നാ തോന്നുന്നത്. ഓടിക്കോടാ. എടാ ഞണ്ടേ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നീ ഒറ്റ കൊടുത്തത് ഞങ്ങളുടെ മാൻഡി ബോയിയാടാ. എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, എന്നെ ഒന്ന് രക്ഷിക്കേ. ഈ ഞണ്ടിനെ നമ്മൾ ചമ്മന്തിയാക്കിയില്ലെന്നുണ്ടെങ്കിലേ മാൻഡി ബോയ് നമ്മളെ ചമ്മന്തിയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വാ, നമുക്ക് പോയി അവനെ പിടിക്കാം. വാ. എന്നെ വെറുതെ വിട്. എന്തിനാ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത്? രക്ഷിക്കണേ, വിടെന്നെ. അയ്യോ, രക്ഷിക്കണേ. അല്ല, അവനവിടെ പോയി. അവൻ താ നിന്റെ കയ്യിലിരിക്കുന്ന വൈപ്പറിലുണ്ട്. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്കണേ. കൂട്ടുകാരെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഇവന്മാരെന്നെ ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കും. നീയൊക്കെ ആരാ? ഞങ്ങളെ മാൻഡി ബോയുടെ ആൾക്കാരാണ്. ഇവനെ മര്യാദക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ഞങ്ങൾക്ക് ഇവനെ നേരെ മാൻഡി ബോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എന്തിന്? എന്നെ അച്ചാറിടാൻ വേണ്ടിട്ടാ. ഞാൻ സത്യസന്ധമായിട്ട് മാൻഡിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സംശയമുണ്ടോ? അതെ, പക്ഷെ അത് ഇവന്മാർക്ക് കുഴപ്പമായില്ലേ? ഇവന്മാർക്ക് എന്ത് കുഴപ്പമുണ്ടായി? നല്ല കാര്യങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അവനെ ഇങ്ങ് വിട്ടു തന്നേക്ക്. ഞങ്ങൾക്ക് അവനെ മാൻഡി ബോയുടെ അടുത്ത് എത്തിക്കണം. ആദ്യം ഞങ്ങളുടെ ഇടി വാങ്ങിച്ചോ. എന്റെ നേരെ തക്കാളി എറിയുന്നോടാ. അടിപൊളി ഹണി, കലക്കി നീ.
അയ്യോ നിന്നെ ഒന്നും മാൻഡി ബായ് വെറുതെ വിടില്ലടാ. മാൻഡി ബായ്, ആ ഞണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ബായ്. മാൻഡി, ഞാൻ കഴിക്കും ക്യാൻഡി. എടാ സാൻഡി, എടാ നിന്നെ കൊണ്ടൊരു ഞണ്ടിനെ പോലും പിടിക്കാൻ കഴിയുന്നില്ലടാ. ഞങ്ങള് പിടിച്ചതാ ബായ്, പക്ഷെ അവന്റെ ടീം അവനെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു. എന്ത് ടീം? എന്ത് ടീം? ആരുടെ ടീം? അത് പിന്നെ 2 പൂച്ചകളും ഒരു പട്ടിയുണ്ടായിരുന്നു. ആരാ അവരൊക്കെ? നീയൊക്കെ ഈ പോപ്പട്ടിനെ കുറിച്ച് പറയാൻ വിട്ടുപോയല്ലേ? സംശയമുണ്ടോ? ഇവര് നിങ്ങളുടെ പേര് മറന്നുപോയാലെന്താ? ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഈ മാൻഡിയോട് കളിച്ചാൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നീ എപ്പോഴും ഓർക്കും. ബായ്, ആ ഞണ്ടിവന്മാരുടെ കൂടെ ഇല്ല. എടാ, കിറ്റ് ഇതാ ഇവിടെയുണ്ട്. പക്ഷെ നീയൊക്കെ അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചില്ലായിരുന്നോ? ഈ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുമെന്ന്. മാൻഡി കഴിക്കും ക്യാൻഡി. ഇനി നിനക്ക് ഞങ്ങൾ തരും നല്ല ഇടി. അടിക്ക്. മാൻഡി ഇനി ആർക്കും കൊടുക്കില്ല, സ്വന്തം ക്യാൻഡി. ഇനി കൊടുക്കാൻ പോകുന്നത് എന്താ? നല്ല ഇടി. കലക്കി ജോർദാറെ, നിനക്ക് സർക്കസിൽ പോയാൽ കൂട്ടുകാരെ, ആദ്യ സർക്കസ് കാണിച്ചത്, ഇനി നമുക്ക് അഭ്യാസങ്ങൾ കാണിക്കാം. അതെ, തുടങ്ങാം. യാ, ഹൈ, യാ, ഹൈ, യാ. യാ, ഹൈ. ദാ പിടിച്ചോ. യാ, മാൻഡി, ഇനി നിന്റെ ഊഴവാ. സംശയമുണ്ടോ? ആൻഡി നന്നായി കഴിക്കും ക്യാൻഡി. എന്റെ ക്യാൻഡി. എന്ത് പറ്റി മാഡം, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓ, ഇതെന്താ ഇങ്ങനെ എല്ലാരും ഓരോന്ന് പറയുന്നത്? ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കാരണം കൂടുതൽ പറയാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് സെന്റൻസ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുത്തതാ. ഓഹോ, ശക്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇത്രയും വലിയ സെന്റൻസ് പറഞ്ഞത്? ഓഹോ, മേഡത്തിന് ഭയങ്കര ബുദ്ധിയാണ്. ഓ, കുട്ടികളെ, ഭക്ഷണം റെഡിയാണ്. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. ഞാനും മാഡത്തെ സഹായിക്കാം. താങ്ക് യു സർദാർ. അയ്യോ, എന്നെ കാച്ച പിടിച്ചതിന് താങ്ക് യു. തന്നെ പുറത്ത് വീഴുന്നതിന് സോറി. ഈ ഭൂമി എന്റെ അമ്മയാണ്.
നമസ്കാരം മമ്മി. ഓ ഓ, ഓ. ഓ. കമ്മീഷണർ സാർ. അയ്യോ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അയ്യോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാർ കമ്മീഷണർ അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഷോക്ക് ആകുന്നത്? ആ കുട്ടിക്കാലത്ത് എന്റെ ആഗ്രഹം കമ്മീഷണർ ആകണമെന്നായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ ഞാൻ പലതും ചെയ്തു. ഇപ്പൊ അത് സാധിച്ചു. അതിന്റെ ഒരു ഷോക്കിലാണ് ഞാൻ ഇപ്പോൾ. മനസ്സിലായോ അനാക്കൊണ്ട? ഞാൻ ഫോണിൽ എന്റെ പേര് പറഞ്ഞായിരുന്നു. കേക്കു ചെണ്ട. അയ്യോ ചെണ്ടയല്ല, എന്തുണ്ടെങ്കിലും ആവട്ടെ, ഈ കുറ്റവാളികളെ ഉടനെ പുറത്തിറക്കിയിട്ട് ഈ ജയിലില് കുരങ്ങൻ കുറുക്കൻ സിംഹത്തൊക്കെ ഇടൂ. എന്റെ മോന് സൂ കാണണം, പക്ഷെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ ചെയ്താൽ ഗുണ്ടകളെല്ലാം ഓടിപ്പോകും. ഗുണ്ടകൾ ജയിലിൽ കിടന്നാൽ കുറ്റകൃത്യങ്ങൾ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നാൽ പോലീസിന് പണി ഉണ്ടാകില്ല. അങ്ങനെ പണിയില്ലാതെ വന്നാലോ നമ്മുടെയൊക്കെ ജോലി തെറിക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം മമ്മി. മമ്മി, എന്റെ മമ്മി. മോഷണ കുറ്റത്തിനായി നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഒരു മിനിറ്റ്, ഇവര് ഓർണമെന്റ്സ് എല്ലാം ബാഗിൽ കുത്തി നിറച്ച് പോയിരുന്നെങ്കിൽ മോഷണമെന്ന് പറയാമായിരുന്നു. ഓക്കെ, അവർ മോഷ്ടിച്ചു. പക്ഷെ നമ്മളെ മറികടന്ന് അവരേതായാലും ഓടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. ശരി, അവർ പോയെന്ന് വെക്കാം. പക്ഷെ പോലീസിനെ ജീപ്പ് എടുത്ത് കടന്നു കളഞ്ഞില്ലല്ലോ. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ പോയി പിടിക്ക്, അല്ലെങ്കിൽ യു ആർ ഫയർ. നോക്കൂ സാർ, അവൻ വീണ്ടും ഗുണ്ടായിസം കാണിക്കാണ്. വരൂ നമുക്കൊരു പോയി പിടിക്കാം. വരൂ സാർ, ഇവർ രണ്ടുപേരും എന്റെ ക്യാരറ്റ് തട്ടിപ്പറിച്ചു. എങ്ങനെ എടുത്തത്? എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കാണിക്ക്. ഓക്കേ, ഇങ്ങനെ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ മാത്രം നീ ആരാണ്? എന്നോട് തർക്കിക്കാൻ നിന്നാ നീ 5 വർഷത്തേക്ക് പുറം ലോകം കാണില്ല. 5 വർഷം എന്ന് പറയുമ്പോ കുറച്ച് കൂടുതലാണ്. സത്യത്തിൽ ഈ 5 വർഷം എന്നൊക്കെ പറയുന്നതേ പകുതി വെച്ച് മുറിച്ച് 2.5 ആക്കുന്നത് നല്ലത്. എന്നോട് ബാർഗെയിൻ ചെയ്യാൻ വന്ന കുറ്റത്തിന് നിന്നെ ഞാൻ ശിക്ഷിക്കും. ആന വരുമ്പോ അതിന്റെ താഴെ പോയി കിടക്കണം. എന്നിട്ട് അത് എത്ര പുഷപ്പെടുക്കുമെന്ന് നോക്കണം. പിടിക്കവനെ. എന്തിനാണ് പിടിക്കുന്നത്? അവൻ ഒരു തെറ്റ് തന്നെ ചെയ്തിട്ടില്ലല്ലോ. എന്നാ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇവനെ പിടിച്ചോളാം. ഹണിയെ വെറുതെ വിട്, അവൻ ഒരു തെറ്റും ചെയ്തില്ല. ഇത് എന്തൊരു പോലീസുകാരനെ ഇത്? സ്വന്തം മീശ വീഴാതെ പിടിക്കാറിയില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ കള്ളനെ പിടിക്കുന്നേ? ഇവൻ കമ്മീഷണർ അല്ല, ഡുഗു ഗുഗുവിന്റെ സഹോദരൻ, മോസ്റ്റ് വാണ്ടഡ് ഗുണ്ട കുക്കുവാണ്. യഥാർത്ഥ കമ്മീഷണർ സാറിനെയും ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. പറയേ, അദ്ദേഹം എവിടെ? വേഗം വാ, ഓടി രക്ഷപ്പെടാം. നമുക്ക് സ്കൂട്ടറിൽ അവരെ പിന്തുടരാം. ദേ, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവര് എങ്ങോട്ടാ പോയെന്ന് അറിയോ? ഇല്ലല്ലോ. അവര് മുകളിലുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിലെത്തണം. ആദ്യം അമരുടെ കല്ലുമഴ ഒന്ന് നിക്കട്ടെ, എന്നിട്ട് പോ അങ്ങോട്ട്.
കൂട്ടുകാരെ മുകളിലെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈഷ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരും. ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത ആൾക്കാർ തന്നെ ഇപ്പൊ ജയിലിൽ സുഖമായിട്ടാ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തെ ഓർത്ത് നിന്റെ വായൊന്ന് അടച്ചു വെക്കുക ഹണി. അവന്മാരെ പെട്ടെന്ന് പിടിക്കണം. വാവ് സണ്ണി. എന്താ കിട്ടി? അപ്പൊ ഇതിനൊന്നും ഒരു വാവില്ലേ? ബായ് ഓടിക്കുന്നത് കണ്ടില്ലേ? കൂടുതൽ വാവുണ്ട്. കിറ്റ്കിറ്റെ, ഇന്നെങ്കിലും നീ തോത്താറാമിനെ പൊക്കി പറയുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ഇവിടെ വരൂ, ഇവിടെ വരൂ. അത് കൊള്ളാലോ. ഇനി എവിടെയോ ഒക്കത്ത് കയറിയിരിക്കോ ഞങ്ങളെ? നീ മാത്രമേ വന്നോളൂ, ബാക്കിയുള്ളവരും കൂടെ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ വരൂ. ഹേയ്, എന്താ കാര്യം? ഒരു നല്ല കാര്യമാണ്. ആ കാര്യത്തിലും ഒരു കാര്യമുണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രിയാണ്. നാളെയും അങ്ങനെയാണ്. ഇദ്ദേഹമാണ് മിസ്റ്റർ തൽവാർ സിംഗ് തവ. എന്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹം തവയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഇദ്ദേഹത്തിന്റെ തവയിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ തവ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തവയുടെ ആടുണ്ടാക്കണം. ഇതിലിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആട് നിങ്ങൾ ഉണ്ടാക്കും. അതായത് നിങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ ആടുണ്ടാക്കണം. ആരുടെ ആടാണോ ഏറ്റവും നന്നാവുന്നത് അയാൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കും. അയാൾ ഉണ്ടാക്കുന്ന ആ ആട് മിസ്റ്റർ തൽവാർ സിംഗ് തവ ഷൂട്ട് ചെയ്യുന്നതാണ്. പറയേ, നമ്മൾ എന്താടാ ഉണ്ടാക്കാൻ പോകുന്നേ? എടാ, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അപ്പൊ ഇത്രയും കാറ്റുകൊണ്ടിട്ട് നിന്റെ തല വർക്ക് ചെയ്യുന്നില്ലേ? പിന്നെന്താ കാര്യമുള്ളേ? ഇതിനേക്കാളൊക്കെ ഭേദം എന്നെ പോലെ ബുദ്ധി ഇല്ലാണ്ടിരിക്കുന്നത് തന്നെയാ. കൂട്ടുകാരെ, അധിക സമയം പുറത്തിരിക്കാൻ പറ്റില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനും കിട്ടുന്നില്ല. വേറെ വേറെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നീ വിഷമിക്കണ്ട കിറ്റി. ആ കള്ളൻ എന്റെ ബാഗ് തട്ടിപ്പറിച്ചോണ്ട് ഓടി. ഹേയ്, നിക്കവിടെ. ഹണി, അവനെ വെറുതെ വിടരുത്. നിനക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ തവ വെച്ച് അടിയിട്ടിട്ടുണ്ടോ? പെരും കള്ള. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. ഓ, താങ്ക് യു കുട്ടികളെ. കൂട്ടുകാരെ, വേഗം അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ എല്ലാവരും നനയും. ആയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് കാണിക്കാം. നിങ്ങളുടെ ടാലന്റ് എന്ന ടെന്റ് എത്ര സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ ജഡ്ജ് ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ മീറ്റിംഗിന് വേണ്ടി ഗോവയ്ക്ക് പോകും. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്പർ നൽകും. അടികൈ. ഇവിടെ വരൂ. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തുടങ്ങാം. കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തങ്ങളുടെ കലയെന്ന തെങ്ങിലെ കുലയെന്ന കഴിവ് പുറത്ത് കാണിക്കാൻ വരുന്നു തോത്തോറാമും ഗ്രൂപ്പും. ഇവിടെ വരൂ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാവിലെ തന്നെ നല്ല വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. എല്ലാവരുടെ സുഹൃത്താ. മുതലാളി, കൊച്ചമ്മ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സർ. പാക്ക് പാക്ക്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തവയിൽ ദോശ ഉണ്ടാക്കുന്നതാണ്. പാക്ക് 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 പാക്ക്. അടിപൊളി. തൽവാർ തവയിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കഴിക്കും. 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. 50 പേർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പാക്ക് 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 പാക്ക്. ആഹാ, നല്ല ദോശ വേഷായിട്ടുണ്ട്. ഇതെന്തായാലും കലക്കി. ഈ പൊറോട്ടയുടെ ടേസ്റ്റ് വർണ്ണിക്കാൻ വയ്യ. ദോശയായാലും പൊറോട്ടയായാലും ഓംലെറ്റ് ആയാലും ഊത്തപ്പോയാലും സ്വാദോടെ കഴിക്കാം. തൽവാർ തവ. പാക്ക് പാക്ക്. എല്ലാവർക്കും സന്തോഷം നൽകും തൽവാർ തവ.
രാവിലെ നന്നായി മഴ പെയ്തു. നിങ്ങൾ വിചാരിച്ചതിലും നന്നായി പെർഫോം ചെയ്തു. അടികൈ. ആഹാ, നിന്റെ പൊറോട്ട നിന്നെ പോലെ മനോഹരം തന്നെയാണ് കിറ്റി. തൽവാർ തവയിൽ ഉണ്ടാക്കിയതാണ്. അനങ്ങിപ്പോകരുത്. ഇവിടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തന്നേക്ക്. ഞങ്ങളുടെ കയ്യിൽ ഈ തൽവാർ തവ മാത്രമേ ഉള്ളൂ. ഈ തൽവാർ തവയ്ക്ക് നല്ല ബലവുമുണ്ട്. അച്ഛാ, ദേന്റെ ഈ ബാറ്റ് ഒടിഞ്ഞു പോയി. ഇനി ഞാൻ എങ്ങനെ ടെന്നീസ് കളിക്കുക? ഇതുകൊണ്ട് കളിച്ചോ മോനെ, ഇതൊരിക്കലും ഒടിയില്ല. ഈ പെരുമഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്ക് ആകെ ജലദോഷം പിടിച്ചു. സംശയമുണ്ടോ? ഓ, നമ്മുടെ ഹണിക്ക് ജലദോഷം പിടിച്ചാലോ? ഇത് വളരെ നല്ലൊരു തവയാണ്. ഇതുകൊണ്ട് നന്നായിട്ട് കളിക്കാനും പറ്റും, മഴ കൊള്ളാതിരിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. എന്താ പോപ്പട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നോ? തവയൊന്ന്, ഉപയോഗം ഒരുപാട്. പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തൽവാർ തവ. സംശയമുണ്ടോ? കൊള്ളാം. ഈ ഇൻവിറ്റേഷൻ മിക്കവാറും എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. പൂച്ചകളുടെ സംഘമായ ബിലാൽ ദേവന്റെ കാറ്റ് ഗ്രൂപ്പ് സംഘം 100 വർഷം തികച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇൻവൈറ്റഡ് ആണ്. ഇന്ന് വൈകിട്ട് തീർച്ചയായും വരൂ പൂച്ച നഗറിലുള്ള പൂച്ച സ്ട്രീറ്റിലേക്ക്. 12ാം നമ്പർ കെട്ടിടം, മാർജാരപുരം. നല്ല രസമായിരിക്കും ആ പാർട്ടിയില്. അയ്യോ ഇല്ലില്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പാർട്ടിയിൽ പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അയാള് പറഞ്ഞത് കേട്ടില്ലേ? പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അല്ലാണ്ട് ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിനക്ക് ഭാഗ്യമില്ല പാപ്പട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോ നിങ്ങളുടെ TV കണ്ടാ മതി. ഞങ്ങളുടെ കേക്ക് കഴിക്കുമ്പോ അപ്പോഴും നിങ്ങളുടെ TV കണ്ടോണ്ടിരിക്കേ. അയ്യോ, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്. ടിവിയുടെ കണക്ഷൻ ആണെങ്കിൽ കട്ടായിട്ടിരിക്കല്ലേ. ഈ പാർട്ടി ഞങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഓർമ്മയുണ്ടോ ഹണി? ഇന്നലെ നിന്റെ ദേഹത്ത് വീണ ചമ്മന്തി ക്ലീൻ ആക്കി തന്നത് ഈ ഞാനാ. അതെന്റെ മേത്ത് വീഴ്ത്തിയത് നീ തന്നെയല്ലേ? നിനക്ക് പകുതി ചോക്ലേറ്റ് ഞാനാണ് തന്നത്. അത് തന്നതല്ല, ഞാനായിട്ട് തട്ടിപ്പറിച്ചെടുത്തതല്ലേ. അപ്പൊ നീ അത് തിരിച്ചു വാങ്ങിച്ചില്ല, അതല്ല സത്യം. കൊച്ചലിയ, ഇവര് നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണ്. പോപ്പട്ടെ ജോർദാറെ, നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് ഒന്ന് നിർത്ത്. നോക്ക്, നമ്മൾ എത്തിപ്പോയി. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂച്ച ഒരിക്കലും ഓടി ഓടി പോവില്ല. അത് വളരെ ക്ഷമയോട് കൂടി മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായോ? ബിലാൽ സാറേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണം. സർ പ്ലീസ് സർ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം. അതൊക്കെ തരാം, പക്ഷേ ഓട്ടോഗ്രാഫ് എഴുതാനുള്ള പേപ്പർ എവിടെ? ദാ സാറേ, എന്റെ പുറത്ത് തന്നെ എഴുതിക്കോളൂ. ദാ സാറേ, ഇവിടെ എന്റെ മുതുകിൽ തന്നെ എഴുതിക്കോളൂ. അല്ല, ഈ പൂച്ചകളുടെ പാർട്ടിയിൽ ഈ വേറെ ജന്തുക്കൾ എവിടെ നിന്നാ വന്നത്? മാണ്ടി, ജോണ്ടി, അണ്ടി, അവന്റെ തലക്കിട്ട് ഒരു ഡൺ ടണാട്ടൺ കൊടുക്ക്. ടൺ കണക്കിന് കണ്ണാവട്ടെ. എന്തായാലും ഇത് കലക്കി.
വലിയ നീ എന്തിനാ അത് കുടിച്ചേ? കൈ കഴുകാനുള്ള വെള്ളം അത്. എടാ പൂച്ചകളുടെ പാർട്ടിയിൽ കഴുതെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിന്നോട് ഈ ചോദ്യം ചോദിക്കാനിരുന്നതാ. എടാ നിന്റെ കൂട്ടുകാരന്മാർ പോപ്പോട്ട് ജോർദാറോടെ ആ തത്തമ്മയും ആ ഡോഗിയും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഓ അത് ശരി. അപ്പൊ ഈ രണ്ട് പൂച്ചകളും ആരാണ്? ഓ അത് ശരി, ഇവരാണോ? ഇത് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവറും ദാ പിന്നെ അത് തോട്ടക്കാരനുമാണ്. അതെ, ഞാൻ തോട്ടക്കാരനാ. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരായ ഹണിയും പണിയും വിദേശികളായ പൂച്ചകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ വിദേശ കാറ്റ് വാക്ക് കാണാൻ പോവുകയാണ്. കാണിക്കൂ. അയ്യോ, അല്ല, ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇവരുടെ ഷർട്ടിൽ ഉറുമ്പ് വല്ലതും കയറിയിട്ടുണ്ടോ? കുന്തം പോലെയാണല്ലോ നടക്കുന്നത്. ബിലാൽ ദേവ് സാറേ, ഇവര് ക്രിയേറ്റീവ് കാറ്റ്സ് ആണ്. ഇവരുടെ കാറ്റ് വാക്കിന് പുതിയ സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കാൻ ഒരു കൈയ്യടി. ഇവര് ക്രിയേറ്റീവ്സ് ആണെന്നോ? എനിക്ക് തോന്നുന്നില്ല. ദാ കണ്ടില്ലേ, പൂച്ചകൾ ക്രിയേറ്റീവ്സ് ആണെന്ന് ഈ സണ്ണി സമ്മതിക്കുന്നില്ല. ഇവന്റെ അഭിപ്രായത്തിൽ പൂച്ചകൾക്ക് പുതുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നേ. ഓയേ ഓയേ ഓയേ, നീ അങ്ങനെ ചിന്തിച്ചത് വളരെ തെറ്റായി പോയി. അടിക്കവനെ. എന്താ ബിലാൽ ദേവ് സാറേ, ദാ നോക്ക്. ഇവനെ ഇവിടെ താഴെ ഇട്ടാ തീർച്ചയായിട്ടും ഇവരെ ചിറകുകൊണ്ടുവൻ പറന്നുയരും. വെയിറ്റർ, ദേ നോക്ക്, എനിക്ക് വേണ്ടി അവിടെ പോയി ഐസ്ക്രീം എല്ലാം എടുത്തോണ്ട് വാ. അയ്യോ, വേണ്ട. ഈ പാർട്ടി ഒന്ന് തീർന്നോട്ടെ. ഈ സണ്ണിയെ തല്ലാൻ എലികൾക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും. ഇത് മോശമായി പോയി സണ്ണി. നീ പൂച്ചയെ പശിയുമായിട്ട് കമ്പയർ ചെയ്തു. നീ പൂച്ചകളെ മാനം കെടുത്തിയിരിക്കുക. നിന്റെ മണ്ടത്തരം കാരണം മറ്റ് ഗസ്റ്റുകൾക്കും അത് ഇത്രയും നേരം മുക്കിന് മുക്ക് തല്ലുകൊണ്ടിട്ടും ഈ കള്ളപ്പൂച്ചകളുടെ കള്ളി പുറത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂച്ചകളെ ബിലാലിന്റെ അടുത്ത് കൊണ്ടുപോയി യുവമാരുടെ തുണി അഴിച്ചെടുക്കാം. ദേ നോക്ക്, ബാഹുബലി. അതെ, അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് ബിലാൽ സാറേ, ഇവന്മാര് പൂച്ചകളൊന്നുമില്ല. ഇത് ഡോഗിയും തത്തമ്മയാണ്. ഞാൻ ഇത്രയും നേരം ഇത് പറയാനാണ് ശ്രമിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നോക്കിയോ, ഇവിടെ കോസ്റ്റ്യൂം ഞാൻ അഴിച്ചെടുത്ത് കാണിച്ചു തരാം. എടാ സണ്ണി, അത് ഹണിയും പണിയുമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ പിള്ളേരാണവർ. എന്താ? ഞങ്ങളെ രക്ഷിക്കണം. ഈ സണ്ണി ഞങ്ങളുടെ പുറകെ നടന്ന് ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. എടാ, ഇവന്മാരുടെ കള്ളി വെളിച്ചത്താകും മുമ്പ് ഞാൻ പുറത്താകാൻ നോക്കണം. എത്രയും പെട്ടെന്ന് സ്ഥലപ്പെടുന്ന നല്ലത്. സണ്ണി സ്ഥലം വിട്ട് കൂട്ടുകാരെ, അവനെ അങ്ങ് മറന്നേക്ക്. ഇനി നമുക്ക് സമാധാനത്തോടെ പാർട്ടി എൻജോയ് ചെയ്യാം. സംശയമുണ്ടോ? എന്തു പറ്റി? എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ? ഇത്ര സുന്ദരനായ ഒരു പൂച്ചയെ ഇന്നുവരെ കണ്ടിട്ടില്ലേ? ഈ പാർട്ടിക്ക് വേണ്ടി നമുക്കൊരു സെൽഫി എടുത്താലോ? കണി, വെറുതെ തമാശ കളിക്കരുത്. കുറച്ചൊക്കെ തമാശ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ടൂർ പോകുന്നത് സോർദാറെ? അതെ അതെ, ശരിയാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് അതൊരു ഫ്രീ എന്റർടൈൻമെന്റ് ആകുമല്ലോ. അല്ല, ഇതെന്തു പറ്റി?
ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ഇദ്ദേഹത്തിന് വയറ് വേദനിക്കുന്നുണ്ടെന്ന് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ടി വരും. ഇനിയിപ്പോ ഈ ടൂർ എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടി ഒരു ദിവസം അവധിയെടുത്ത് കുടുംബത്തോടൊപ്പം ടൂർ പോകാൻ വേണ്ടി വന്നതാ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് ഓൾഡ് സിറ്റി. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സൗധങ്ങളുണ്ടല്ലോ, ഇത് 1660 ഇവിടുത്തെ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ്. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടില്ലേ? ഇവിടം വളരെ വലിയൊരു തടാകമായിരുന്നു. മഹാരാജാവ് റാണിയോടൊത്ത് വഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. സംശയമുണ്ടോ? പോപ്പട്ടെ, എനിക്കറിയില്ലായിരുന്നു ഹിസ്റ്ററിയെ കുറിച്ച് നിനക്ക് അത്ര നോളജ് ഉണ്ടെന്ന്. എടാ, ഞാൻ പറഞ്ഞേക്കതാ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നതാ. സംശയമുണ്ടോ? ഈ ഗാർഡൻ ദയാ ഗാർഡൻ എന്ന പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത്. മഹാരാജാവ് തന്റെ അമ്മ ദയയുടെ ഓർമ്മയ്ക്കായാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രതിമയുണ്ടല്ലോ, അത് അവരുടേതാണ്. അല്ല സാറേ, നിങ്ങൾ എന്താ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് കാണുന്നേ ഇല്ലല്ലോ. അത് പിന്നെ അങ്കിൾ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അഥവാ നമ്മൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ കണ്ണുകളിലൂടെ കണ്ടില്ല എങ്കിൽ പിന്നെ ഈ മനോഹരമായ കാഴ്ച നമുക്ക് ഫോട്ടോയിൽ കൂടി ആസ്വദിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മഹാരാജാവിന്റെ കോട്ടയിലേക്ക് പോകും. അവിടെയാണ് മഹാരാജാവ് സമയം ചെലവഴിച്ചിരുന്നത്. യങ് ബോയ്, ഇവിടെ വല്ലാതെ വെയിലടിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ദാ പിടിച്ചോങ്കിൽ, ഇതിപ്പോ മൂവിംഗ് റെസ്റ്റോറന്റ് ആയിട്ട് മാറി. വെളിച്ചമുണ്ട്, പിന്നെ അത്യാവശ്യം കാറ്റുമുണ്ട്. അടിപൊളിയായിട്ടുണ്ട് യങ് മാൻ. പടക്കം പിടിച്ചത് വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. ഇത് ശരിയാക്കി എടുക്കാൻ 1 മണിക്കൂർ എടുക്കും. ഏത് സമയത്താണ് ടൂർ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? വളരെ നല്ല സമയത്താണ് ഇറങ്ങി തിരിച്ചത്. ദാ നോക്ക്, എത്ര മനോഹരമായ സ്പെഷ്യൽ പോയിന്റിൽ വന്നാണ് ടയർ പഞ്ചറായെന്ന്. ഇത് വെള്ളച്ചാട്ടമല്ലേ? അതെ, ഫിലിം രാവണനിലെ ഐശ്വര്യയുടെ ഡാൻസ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. കൂടാതെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയിലെ പല സീനുകളും ഇവിടെ വെച്ചാണ് എടുത്തത്. എന്താ, ഇറങ്ങുന്നോ? എന്നാ പിന്നെ ഇറങ്ങിയിട്ട് തന്നെ കാര്യം. എങ്കിൽ വേഗം വരൂ. വാവ്, കൊള്ളാം, അടിപൊളി സ്ഥലം. അയ്യോ എന്റെ മോൻ. നിങ്ങൾ പേടിക്കണ്ട, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ദാ ഈ കയറിൽ പിടിക്ക്. ആ കുട്ടി പേടിച്ചിരിക്കാ കൊച്ചളിയാ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഹണി, സൂക്ഷിച്ചിറങ്ങ. ഇനി വലിച്ചോ. ഇതിന് മുകളിൽ കയറി നിന്നാണ് മുഗൾ സൈന്യം അറ്റാക്ക് ചെയ്തത്. പക്ഷേ മഹാരാജാവിന്റെ സൈന്യം അവരെ തോൽപ്പിച്ചു. ഇന്നും ഇവിടുത്തെ ഈ ചുവരുകളിൽ വാളുകളുടെ പാടുകളുണ്ട്. സംശയമുണ്ടോ? ഈ വാളുകളുടെ പാട് കാണാൻ വേണ്ടിട്ടാണോ നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത്? അല്ല, ഇവിടെ നിന്ന് സൺസെറ്റ് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഓഹോ, അതാണോ ഇത്ര വലിയ കാര്യം? എന്റെ ടെറസിൽ നിന്നാലും ഭംഗിയായിട്ട് കാണാം. ഇവിടുത്തെ കഥകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അന്നത്തെ മഹാരാജാവിന്റെ കയ്യിൽ അഭ്യാസങ്ങളെല്ലാം അറിയാവുന്ന ഒരു പോരാളിയായ തത്ത ഉണ്ടായിരുന്നു. ഇന്നും ആ തത്തയുടെ ആത്മാവ് ഈ കോട്ടയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നു. ആ പോരാളിയായ തത്തയുടെ ആത്മാവ് ഇപ്പൊ അങ്ങോട്ട് പറന്നുപോയി. അതെ, എല്ലാവരും നിൽക്കൂ. ഇവൻ ടൂറിസ്റ്റുകളെ ഒന്നും ചെയ്യാറില്ല. യങ് മാൻ, ഇവിടെയാണെങ്കിൽ ആത്മാക്കളുടെ തിരക്കാണല്ലോ. അതേടോ, ഇന്ന് താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല.
ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ട പിടിച്ചടക്കാൻ കഴിയില്ല. അടിപൊളി, വേഗം അടിച്ചോടിക്കാൻ കൊണ്ടുപോയി. ബണി ബണി സമയമായി, വേഗം താഴേക്ക് വാ. ഏയ് വാട്ടർ പാർക്ക് ടൈം. പോപ്പട്ടെ, ഇതാ പിടിച്ചോ. പ്രളയം നമ്മുടെ പടിവാതിൽക്കൽ വരെ എത്തിയില്ലേ? അല്ല, ഇതുവരെ മിസ് കാർക്കർ തിരിച്ചു വന്നില്ലേ? മാഡം രാവിലെ 7 മണിക്ക് എത്തുമെന്നാ പറഞ്ഞിരുന്നത്. ക്ലോക്കിൽ 7 മണി ആയല്ലോ. സംശയമുണ്ടോ? ഹായ് ഖന്ന സാറേ, എന്താ ഇത്ര രാവിലെ? അല്ല മേഡം, ഇന്നത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? നമ്മളിന്ന് വാട്ടർ പാർക്കിൽ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? ഓഹോ കുട്ടികളെ, ഞാൻ വളരെ ടയേർഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാട്ടർ പാർക്കിൽ പോകാൻ പറ്റില്ലേ? ഇന്നലെ ടിവിയിൽ ഹണി സിംഗ് പാടി യോ യോ. അപ്പൊ നമ്മുടെ പ്ലാനുകളൊക്കെ വെള്ളത്തിലായോ? എന്റെ വല്യച്ഛന്റെ മോൻ ഇന്നലെ വാങ്ങിയ ബാറ്റും ബോളും. താങ്കൾ കാറിൽ ഉറങ്ങിക്കോളൂ, ക്ഷീണമൊക്കെ മാറിക്കോളും. അടികൈ. എന്നാ ഇന്നത്തെ പോക്ക് വേണ്ടാന്ന് വെക്കാം. സംശയമുണ്ടോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ഖന്ന സാറേ. വാട്ടർ പാർക്കിൽ പോകുന്ന വഴിക്ക് ഞാൻ റെസ്റ്റ് എടുത്തോളാം. എന്നാ പോം. നിങ്ങൾ വേഗം കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്ക്. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും കൂടി ആ സ്ലൈഡിലൊന്ന് കേറിയിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട ഹണി, ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശ്രമിച്ചോട്ടെ. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാ പിന്നെ മേഡത്തിന് സ്ലൈഡിൽ കയറിയിട്ട് വിശ്രമിച്ചൂടെ? ഹണി വാ, നമുക്ക് റൈഡിലേക്ക് പോവാം. മേഡം ഇവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ. ഓഹോ, താൻ എന്തായി ചെയ്തത്? ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തിയതാണ് മാഡം. താൻ നീന്തിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. വെറുതെ ഈ പപ്പു പാനിപൂരിയെ മര്യാദ പഠിപ്പിക്കാൻ വരല്ലേ. ഞാനിവിടെ അടിച്ചു പൊളിക്കാനാണ് വന്നത്. ഞാൻ ലേഡീസിന് ബഹുമാനം കൊടുക്കുന്ന കൂട്ടത്തിലാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഏറ്റവും പൊളിച്ചത് തൈരോ അതോ മോരോ? മിസ് കാട്ട്കറിനെ ഭീഷണിപ്പെടുത്താൻ മാത്രം നിനക്ക് ഇത്രയും ധൈര്യോ? അയ്യോ ദേ നോക്ക്, സാറിനെ ആരും തല്ലുന്നു. ഈ പപ്പു പാനിപൂരി ആകെ ലേഡീസിന് മാത്രമേ ബഹുമാനം കൊടുക്കാറുള്ളൂ, മനസ്സിലായോ? ഓഹോ, എടോ കാട്ടുമാക്കാനെ, തോന്നിവാസം കാണിക്കുന്നു. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. തനിക്ക് എങ്ങനെ ഖന്ന സാറിനെ അടിക്കാൻ തോന്നി? ഇങ്ങനെ ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ. അവനെ വെറുതെ വിടരുത്. പോകാം. നീ എങ്ങോട്ടാടാ ഡോൾഫിനെ പോലെ ഇങ്ങനെ ഓടിയിട്ട് പോകുന്നത്? നിന്നെ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. എന്ത് പറ്റി മാഡം? ദാ നോക്കൂ കുട്ടികളെ, ആ ഗുണ്ട കാണിക്കുന്ന തോന്നിവാസം കണ്ടില്ലേ? എന്നെ ഗുണ്ടെന്ന് വിളിക്കരുത്. എന്റെ പേര് പപ്പു പാനിപൂരി എന്നാണ്, മനസ്സിലായോ? കറക്റ്റ് പേരാണ് ഇട്ടിരിക്കുന്നത്. കണ്ടിട്ട് പാനിപ്പൂരി പോലെ തന്നെ ഇരിപ്പുണ്ട്. ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളെല്ലാം ശരിക്കും അനുഭവിക്കും. അയ്യോ വേണ്ട, അയ്യോ എടാ, ശ്വാസം എടുക്കാനുള്ള സമയമെങ്കിലും താടാ. അയ്യോ 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 വേണ്ട വേണ്ട വേണ്ട. ടൈം പ്ലീസ്. ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. വിസിലടിക്കാനോ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഞാനൊന്ന് നീന്തിക്കോട്ടെ. എന്നാ പിന്നെ താ വിസിലടിക്ക്. ഓ മൈ ഗോഡ്. കൊച്ചളിയ, ആദ്യം ഈ പാനിപ്പൂരി പപ്പടാക്കണോ അതോ ബാക്കിയുള്ളവരെ ഇടിച്ച് ചമ്മന്തിയാക്കണോ? നിങ്ങൾ അവരെ നോക്കിക്കോ. ഈ പാനിപ്പൂരി ചട്നി ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
ഇനി നോക്കിക്കോ, തനിക്ക് താഴോട്ട് മുങ്ങാനും പറ്റില്ല, നീന്താനും പറ്റില്ല. അയ്യോ 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 അടിക്ക്, ശക്തിയായിട്ട് അടിക്ക്, ഇനിയും അടിക്ക്, നന്നായിട്ട് അടിക്ക്. വരൂ കൂട്ടുകാരെ, ഇത് റെയിൻ ഡാൻസ് ടൈം.